ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. ക്വിറ്റ് പ്ലേസ് പാർട്ട് 2 വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണിത്. കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി തനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കി അവൾ ഇങ്ങനെ കണ്ണും പൂട്ടി പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ബുള്ളറ്റ് ആ ഏലിയന്റെ തലയിൽ തുളച്ചു കയറുന്നു. ആ ഏലിയൻ ചത്തു വീഴുന്നു. മറ്റാരുമായിരുന്നില്ല, അത് എമറ്റായിരുന്നു. വെടിവെച്ച് കേട്ട് മറ്റ് ഏലിയൻസ് അവിടെ എത്തുന്നതിന് മുമ്പ് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി സുരക്ഷിതമായ ഒരു ഷോപ്പിനുള്ളിലേക്ക് കയറുന്നു. അതിനുശേഷം എമറ്റ് റേഗനോട് പറയും, നോക്ക് റേഗൻ, നമ്മളിപ്പോ എങ്ങനെയായാലും മടങ്ങി പോകണം, അതാണ് സുരക്ഷിതം. പക്ഷേ റീഗൻ അതിന് സമ്മതിക്കുന്നേയില്ല. എന്ത് വന്നാലും അവൾക്ക് ആ റേഡിയോ ഫ്രീക്വൻസി കേട്ട ഭാഗത്തേക്ക് പോയേ പറ്റൂ എന്നാണ് പറയുന്നത്. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ എവലിനെ കാണിക്കുന്നു. അവൾ കുഞ്ഞിനെ ഉറക്കുന്നതിന് വേണ്ടിയിട്ട് ആ പെട്ടിയിലേക്ക് വയ്ക്കുന്നു. അതിനുശേഷമാണ് ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ ലെവൽ വളരെ കുറഞ്ഞിരിക്കുന്നത് അവൾ കാണുന്നത്. മാത്രമല്ല മാർക്കസിന്റെ മുറിവിന് വേണ്ട മരുന്നുകളും വേണം. അതിനു വേണ്ടിയിട്ട് അവൾ പതിയെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അതേസമയം മറുവശത്ത് റീഗൻ നന്നായിട്ട് ഉറങ്ങുകയാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ ഹിയറിംഗ് എയ്ഡോ സ്പീക്കറോ ഒന്നും അവിടെ കാണാനില്ല. എമറ്റിനെ നോക്കുമ്പോൾ അവനെയും കാണാനില്ല. ഉടനെ തന്നെ അവൾ പുറത്തേക്ക് പോയി അവിടെയൊക്കെ അന്വേഷിച്ച് അയാൾ ഇതെല്ലാം കൊണ്ട് കടന്നു കളഞ്ഞു എന്ന് കരുതി കരയാൻ തുടങ്ങി. പക്ഷേ അയാൾ അതുകൊണ്ട് കടന്നതൊന്നും ആയിരുന്നില്ല. റീഗൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അവിടേക്ക് വരികയും അവളുടെ കൂടെ വരാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്യുന്നു. മറുവശത്ത് എവലിൻ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മാർക്കസും പിന്നാലെ വരുന്നു. അമ്മ, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാമെന്ന് പറയുന്നു. വേണ്ട മോനെ, നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, കുഞ്ഞിന് കൂട്ട് ആരെങ്കിലും വേണ്ടേ, നീ അകത്തേക്ക് പോയിക്കോളൂ, ലോക്കർ അടയ്ക്കുമ്പോൾ ആ തുണി വയ്ക്കാൻ മറക്കരുത് എന്നും പറഞ്ഞ് മാർക്കസിനെ ഉള്ളിലേക്ക് പറഞ്ഞു വിടുന്നു. മറുവശത്ത് റീഗനും എമറ്റും ആ സിഗ്നൽ വന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ എവലിൻ കയ്യിലൊരു തോക്കുമെടുത്ത് ആദ്യ പാർട്ടിൽ അവരുടെ മകൻ മരിച്ച ആ സ്ഥലമില്ലേ, അവിടെ പോയി നിന്ന് മകനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. അവന്റെ സമാധി പോലെ അവന്റെ ഡ്രസ്സുകളും ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇരുന്ന് വിഷമിക്കുകയാണ് അവർ. അതേസമയം റീഗനും എമറ്റും ആ സ്ഥലത്തിന് ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. ആ കടൽ താണ്ടി വേണം അവർക്ക് ആ സ്ഥലത്തെത്തുവാൻ. മറുവശത്ത് എവലിൻ അവളുടെ ഭർത്താവിന്റെ നമ്മുടെ ലീയുടെ മരണസ്ഥലത്തും പോകുന്നു. ഇതേ സമയം കുറെ നേരമായിട്ടും അമ്മയെ കാണാത്തതുകൊണ്ട് മാർക്കസ് ആ കുഞ്ഞിനെ പെട്ടിയിലേക്ക് വെച്ച് മുഖത്ത് ഓക്സിജൻ മാസ്കും വെച്ച് കുട്ടിയെ അതിലടച്ചു വയ്ക്കുന്നു. ശേഷം അവൻ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ റീഗനും എമറ്റും ഹാർബറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെ നിറയെ ബോട്ടുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. അവരവിടെ അപ്പുറത്തേക്ക് എത്താനുള്ള വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് നമ്മുടെ എവലിൻ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ അവിടുന്ന് അവർക്ക് ആവശ്യമായ മരുന്നുകൾ എടുക്കുന്നു. ശേഷം അവിടെ ബാക്കിയുണ്ടായിരുന്ന ഒരേ ഒരു ഓക്സിജൻ സിലിണ്ടറും എടുത്തിട്ട് അവിടെ നിന്നും പുറപ്പെടുന്നു. ഇതേസമയം മാർക്കസ് അവിടെ എവിടെയായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഏരിയയിൽ മാത്രം എന്തോ സാധനം തുണിയിട്ട് മൂടിയിരിക്കുന്നത് അവൻ കാണുന്നു. മറുവശത്ത് നമ്മുടെ എമറ്റും റീഗനും ഒരു പെൺകുഞ്ഞ് അവിടെ നിന്ന് കരയുന്നത് കാണുന്നു. എമറ്റ് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് പോയിട്ട്, മോളെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് അവന്റെ കഴുത്തിലേക്ക് ഒരു കയറിട്ട് മുറുക്കുന്നു. മാത്രമല്ല ഒരുപാട് പേര് അവർക്ക് ചുറ്റും കൂടുന്നു. കണ്ടാൽ തന്നെ കാട്ടാളന്മാരെ പോലുള്ള കുറെ എണ്ണം. ഇതേസമയം നമ്മുടെ മാർക്കസ് ആ ഏരിയയിലേക്ക് അവൻ കടന്നു നോക്കുമ്പോൾ അതിനുള്ളൊരു ശവം അഴുകിയ രീതിയിൽ കിടക്കുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ എമറ്റിന്റെ ഭാര്യയായിരുന്നു. അവൻ പേടിച്ച് വിറച്ച് പിന്നോട്ടേക്ക് വീണുപോയി. പേടിച്ചു പോയ മാർക്കസ് അലറുന്ന ശബ്ദം കേട്ട് ഏലിയൻസ് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. പേടിച്ചു വിറച്ച മാർക്കസ് ഓടിപ്പോയി വേഗം ആ ഗോഡൌണിലേക്ക് ചെല്ലുന്നു. മറുവശത്ത് ആ കാട്ടാളന്മാർ എമറ്റിനെയും റീഗനെയും പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. അതേസമയം മാർക്കസ് ആവട്ടെ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന പെട്ടിയും എടുത്ത് ആ ലോക്കറിനുള്ളിലേക്ക് കയറി അതിന്റെ ഡോർ അടയ്ക്കുന്നു. നിർഭാഗ്യവശാൽ അവൻ ആ തുണി വയ്ക്കാൻ മറന്നുപോയി. അതോടെ ആ ലോക്കറിനുള്ളിൽ അവർ കുടുങ്ങിപ്പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ എവലിൻ അങ്ങോട്ടേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലോക്കറിനുള്ളിൽ ഓക്സിജൻ ലെവൽ വളരെ കുറഞ്ഞു പോയതുകൊണ്ട് രണ്ടുപേർക്കും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാർക്കസ് പലതവണ ആ ഡോറ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും സാധിക്കുന്നില്ല. അപ്പോഴേക്കും ആ ഏലിയൻ അങ്ങോട്ടേക്കുള്ള വഴിയിലുള്ള തുരങ്കം അടിച്ച് പൊട്ടിച്ച് അതിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശബ്ദം നമ്മുടെ എവലിൻ പുറത്തു നിന്നും കേൾക്കുന്നു. പേടിച്ചു വിറച്ച എവലിൻ ഓടി ആ കെട്ടിടത്തിനുള്ളിലേക്ക് പോകുന്നു. ഓടി വന്ന അവൾ കാണുന്നത് അവിടെ ഒരു വലിയ കുഴിയാണ്. ആ ഏലിയൻ അങ്ങോട്ടേക്ക് കടക്കുന്നതിന് വേണ്ടി ഇടിച്ച് പൊളിച്ചതാണത്. മാത്രമല്ല അതിന്റെ സൈഡിലായിട്ട് ഒരു പൈപ്പിലൂടെ വെള്ളം ചോരുന്നതും അവൾ കാണുന്നു. മറുവശത്ത് ആ കാട്ടാളന്മാർ നമ്മുടെ റീഗനോട് വളരെ വൃത്തികെട്ട രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ എവലിൻ താഴെ ഒരുപാട് ഓയിൽ വീണ് കിടക്കുന്നത് കാണുന്നു. അവൾ കൊണ്ടുവന്ന ഓക്സിജൻ സിലിണ്ടർ അതിന് മുകളിലേക്ക് വെച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് മുകളിലേക്ക് വെടിവെക്കുന്നു. ശബ്ദം കേട്ട് ആ ഏലിയനും മുകളിലേക്ക് വരുന്നു. അപ്പോഴേക്കും ആ ലോക്കറിനുള്ളിൽ ഓക്സിജൻ തീർന്നുപോയി. ആ സിലിണ്ടറിനുള്ളിലുണ്ടായിരുന്ന കുറച്ച് ഓക്സിജൻ മാർക്കസും ആ കുഞ്ഞും മാറി മാറി കുറച്ചായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം ആ കാട്ടാളന്മാർ നമ്മുടെ റേഗനെ മാത്രം കൂട്ടി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എമറ്റ് അവളോട് വെള്ളത്തിലേക്ക് ചാടാൻ ആംഗ്യം കാണിക്കുന്നു. അവൾ അവരുടെ കൈ തട്ടിമാറ്റി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യുന്നു. എമറ്റ് ഓടി വന്ന ആ കാട്ടാളന്മാർ
അവരുടെ ലീഡറെ പിടിച്ച് തന്റെ വരുതിയിലാക്കുന്നു. ഇത്രയും നേരം അവനൊന്നും ചെയ്യാതിരുന്നത് അവിടെ എന്തെങ്കിലും ശബ്ദമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏലിയൻസ് അങ്ങോട്ടേക്ക് വരികയും അവരെ എല്ലാവരെയും കൊല്ലുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ അവർ റീഗനോട് വൃത്തികെട്ട രീതിയിൽ പെരുമാറുമ്പോൾ ഇതല്ലാതെ മറ്റൊരു വഴിയും അവന്റെ കയ്യിലില്ല. ഇതേ സമയം എവലിൻ ആ ഓക്സിജൻ സിലിണ്ടറിന് വെട്ടിവെച്ച് അവിടെ മുഴുവൻ തീ പിടിപ്പിക്കുന്നു. ആ ഏലിയൻ അതിനുള്ളിലാവുന്നു. രക്ഷപ്പെട്ടു എന്ന് നായിക വിചാരിച്ചപ്പോഴേക്കും ആ ഏലിയൻ തീയിലൂടെ നടന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. എവലിൻ അത് കണ്ട് സ്തംഭിച്ചു നിൽക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. അതേസമയം ആ ഹാർബറിലേക്ക് ഏലിയൻസ് ഓടിയെടുക്കുകയാണ്. അവിടെയുള്ള എല്ലാ കാട്ടാളന്മാരെയും അത് അടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. എമറ്റ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാട്ടാളന്മാരുടെ ലീഡറെ അവിടെ തൂണിനോട് ചേർത്ത് കെട്ടി കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അവന്റെ കാലിൽ കുത്ത്. അയാൾ നെല്ല വിളിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് മോൺസ്റ്റർ അവന്റെ നേരെ പാഞ്ഞെടുക്കുന്നു. നമ്മുടെ എമറ്റ് നേരെ വെള്ളത്തിലേക്ക് ചാടുന്നു. പക്ഷെ അവന്റെ കഴുത്തിൽ കയറുണ്ട്. ആ കയറിന്റെ മറ്റേ അറ്റം ആ കാട്ടാളൻ ലീഡറുടെ കയ്യിലുമാണുള്ളത്. ഇവിടെ എവലിൻ നിൽക്കുന്ന സ്ഥലത്ത് ആ പൈപ്പിലൂടെ വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഏലിയന് ആ വെള്ളത്തിന്റെ ശബ്ദം മാത്രമേ ഇപ്പോൾ കേൾക്കുന്നുള്ളൂ. അതേസമയം നമ്മുടെ മാർക്കസും ആ കുഞ്ഞും ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എമറ്റാകട്ടെ കഴുത്തിൽ കയറ് കുടുങ്ങി വെള്ളത്തിൽ മുങ്ങി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഏലിയൻ ആ കാട്ടാളൻ ലീഡറുടെ കഥ കഴിച്ചിരുന്നു. അതോടെ അവന്റെ കഴുത്തിലെ കയറ് പതിയെ ലൂസാവുന്നു. അതഴിച്ച് അവൻ ആ വെള്ളത്തിന് മുകളിലേക്ക് വരുന്നു. ഇപ്പോ എവലിൻ പതിയെ ആ വെള്ളം വീഴുന്ന ശബ്ദത്തിലൂടെ സാവധാനത്തിൽ നടക്കുന്നു. നടന്ന് അവൾ ആ ലോക്കറിനുള്ളിലേക്ക് കയറുന്നു. അവിടെ മാർക്കസ് അബോധാവസ്ഥയിലാണ്. അവൾ അവനെ തട്ടി എഴുന്നേൽപ്പിക്കുന്നു. മറുവശത്ത് ആ ഹാർബറിൽ ഒരു ഏലിയൻ വെള്ളത്തിലേക്ക് വീഴുന്നു. മറ്റൊരു ഏലിയൻ ആവട്ടെ ആ ബോട്ടിന് മുകളിൽ കയറി നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ബോട്ടിൽ റേഗൻ അങ്ങോട്ടേക്ക് വന്ന് എമറ്റിനെ രക്ഷിക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ആ ദ്വീപിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് റേഡിയോ ഫ്രീക്വൻസി വന്നിരിക്കുന്നത്. അവിടെ എത്തിയ അവർ അത്ഭുതപ്പെട്ടുപോയി. കാരണം അവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഒരുപാട് പേർ ഒരുമിച്ച് ജീവിക്കുന്നു. ആ ഏലിയൻസിന്റെ ആക്രമണങ്ങളൊന്നും ആ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. എമറ്റും റീഗനും അവരോടൊപ്പം ചേരുന്നു. എമറ്റ് അവിടെയുള്ള ഒരാളുമായിട്ട് സംസാരിക്കുന്നു. അയാൾ എമറ്റിനോട് ഈ ദ്വീപ് എങ്ങനെ കണ്ടുപിടിച്ചു, ഇവിടെ എങ്ങനെ എത്തി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ എമറ്റ് അയാളോട് ഇവിടെയുള്ള റേഡിയോ സ്റ്റേഷൻ വഴി ആ ഹൈ ഫ്രീക്വൻസി സൗണ്ട് പുറപ്പെടുവിക്കാനുള്ള പെർമിഷൻ ചോദിക്കുന്നു. അവർ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അത് അവൻ റീഗനെ അറിയിക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ എമറ്റ് ആ കടൽക്കരയിൽ പോയിട്ട് ഇങ്ങനെ കടലിലേക്ക് നോക്കി ഓരോ കാര്യങ്ങളും കുടുംബത്തെ പറ്റിയൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയം ഒരു ബോട്ട് ആ കരയിലേക്ക് അടിയുന്നു. ഇതേ ബോട്ടിലാണ് രാത്രി അവർ ഒരു ഏലിയൻ കയറി നിൽക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ എമറ്റ് അവിടെ നിന്നും ഓടി അവിടെയുള്ള എല്ലാവരോടും വേഗം ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ പറയുന്നു. ആ ഏലിയൻ വന്ന് അവിടെയുള്ള ഓരോരുത്തരെയായി വേട്ടയാടാൻ തുടങ്ങി. അപ്പോൾ എമറ്റും ആ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയും കൂടിയിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ കബോർഡിനുള്ളിൽ ഒളിപ്പിച്ചിരുത്തി കാറെടുത്ത് റീഗനെയും കൂട്ടി ആ റേഡിയോ സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങി. ആ മോൺസ്റ്ററിന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോൺ അടിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അവർ പ്രതീക്ഷ പോലെ ഏലിയൻ അവരുടെ പിന്നാലെ തന്നെ പാഞ്ഞു വരുന്നുണ്ട്. ഒടുവിൽ അവർ ആ റേഡിയോ സ്റ്റേഷനിൽ എത്തുന്നു. അപ്പോഴേക്കും ആ ഏലിയൻ വന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന അയാളെ അടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പോൾ റീഗനും എമറ്റും മാത്രമാണ് ബാക്കിയുള്ളത്. അവർ ആ റേഡിയോ സ്റ്റേഷനിനുള്ളിലേക്ക് ഇത് എവിടെ നിന്ന് എയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഏലിയനും അതിന്റെ ചുമരൊക്കെ അടിച്ച് പൊട്ടിച്ച് അതിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. മറുവശത്ത് ആ ഗോഡൌണിൽ നമ്മുടെ എവലിൻ കൊണ്ടുവന്ന ഓക്സിജൻ സിലിണ്ടർ അവർ 3 പേരും ഷെയർ ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം നമ്മുടെ മാർക്കസ് ആ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചിട്ടുണ്ട്. കാരണം അവന്റെ ചേച്ചി റീഗൻ അവനോട് പറഞ്ഞതല്ലേ എപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കണമെന്ന്. 3 പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആ ഓക്സിജൻ സിലിണ്ടറിലെ ഓക്സിജനും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ റേഡിയോ സ്റ്റേഷനിൽ റെക്കോർഡിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരുന്ന ആ സോങ് പുറത്തുള്ള ഒരു സ്പീക്കറിലൂടെയും കേൾക്കാൻ സാധിക്കും. അപ്പോൾ ആ ഹൈ ഫ്രീക്വൻസി ആ സ്പീക്കറിലൂടെ പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ ആ മോൺസ്റ്ററിനെ അവർക്ക് തുരത്താനാവും എന്ന് റീഗൻ മനസ്സിലാക്കുന്നു. പക്ഷെ അവർ പോകേണ്ട റെക്കോർഡിംഗ് റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ മോൺസ്റ്റർ ഉള്ളത്. മറുവശത്ത് ആ ലോക്കറിനുള്ളിൽ ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് തീർന്നുപോയി. അതുകൊണ്ട് തന്നെ എവലിൻ പതിയെ ആ ലോക്കറിന്റെ വാതിൽ തുറക്കുന്നു. അവിടെ ഏലിയനൊന്നുമില്ല. പക്ഷെ നേരത്തെ ലീക്കായിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളം അവിടെ എല്ലാം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം റേഡിയോ സ്റ്റേഷനിൽ റീഗൻ വളരെ സാവധാനത്തിൽ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ആ റെക്കോർഡിംഗ് റൂമിലേക്ക് പോവാൻ ശ്രമിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവൾ ചവിട്ടുമ്പോൾ എന്തോ ഒരു ശബ്ദം പുറത്തു വരുന്നു. അതോടെ ആ ഏലിയനും ആ ഭാഗത്തേക്ക് വരുന്നു. ഇതേ സമയം നമ്മുടെ എവലിൻ ആ ലോക്കറിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്കിറങ്ങി സാവധാനത്തിൽ താഴെ വീണ് കിടക്കുന്ന താൻ കൊണ്ടുവന്ന മെഡിസിനൊക്കെ എടുത്ത് തിരിച്ച് വാട്ടിലേക്ക് വരാമെന്ന് നോക്കുമ്പോൾ അവിടെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നില്ലേ, അതിനുള്ളിൽ നിന്നും ആ മോൺസ്റ്റർ തല പതിയെ ഉയർത്തി പുറത്തേക്ക് നോക്കുന്നു. ഇവിടെ നമ്മുടെ റേഗൻ എങ്ങനെയൊക്കെയോ കൂടി ആ റെക്കോർഡിംഗ് റൂമിലേക്ക് കയറാൻ നോക്കുന്നു. ആ സമയത്ത് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഏലിയൻ അവളുടെ നേരെ
പാഞ്ഞെടുക്കുന്നു. നമ്മുടെ എമറ്റാകട്ടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ നിന്ന് ആ ഏലിയനെ തടുക്കാൻ ശ്രമിക്കുന്നു. അവന് ഭയങ്കരമായിട്ട് പരിക്ക് പറ്റുന്നു. ഇവിടെ നമ്മുടെ എവ്ലിൻ ഓടി ആ ലോക്കറിനുള്ളിലേക്ക് കയറി വാതിലടക്കാൻ നോക്കുമ്പോഴത്തേക്ക് മോൺസ്റ്റർ അവിടെ ചാടി വീണ് ആ വാതിൽ കടിച്ച് പിടിച്ച് അത് പൊട്ടിച്ചെറിയുന്നു. എവലിനും കുട്ടികളും ആ ലോക്കറിന്റെ ഏറ്റവും മൂലയിലേക്ക് പോയി നിൽക്കുന്നു. ആ ഏലിയനാവട്ടെ അതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് അവരെ പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഉടൽ അതിനുള്ളിലേക്ക് കയറാത്തത് കൊണ്ട് അവരെ പിടിക്കാൻ അതിന് സാധിക്കുന്നില്ല. പക്ഷെ ഒടുവിൽ നമ്മുടെ എവലിന്റെ തുടയിലേക്ക് അതിന്റെ നഖം അവർത്തി വലിച്ചു കീറുന്നു. മറുവശത്ത് ആ റേഡിയോ സ്റ്റേഷനിൽ നമ്മുടെ റീഗൻ അവളുടെ ഹിയറിംഗ് എയ്ഡ് എടുത്ത് ആ ഹൈ ഫ്രീക്വൻസി സൗണ്ട് റേഡിയോയിലൂടെ പുറപ്പെടുവിക്കുന്നു. അവിടെയുള്ള സ്പീക്കറിലൂടെ ആ സൗണ്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. ഏലിയൻ അവിടെ കടന്ന് വരണ്ട് ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. അതേസമയം ആ വാൾട്ടിനുള്ളിൽ നമ്മുടെ മാർക്കസിന്റെ ചെവിയിൽ ആ ഹെഡ്ഫോൺ വെച്ചിട്ടല്ലേ ഉള്ളത്. അവനും ഈ ശബ്ദം കേട്ട് പെട്ടെന്ന് ആ ഹെഡ്ഫോൺ എടുത്ത് മാറ്റുന്നു. അതോടെ ആ ഹെഡ്ഫോണിലൂടെ വന്ന ശബ്ദം അവൻ സ്പീക്കറിലൂടെ പുറത്തെത്തിക്കാൻ തുടങ്ങി. അത് കേട്ടതോടെ ആ ഏലിയൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റായി ആ ലോക്കറിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ റേഡിയോ സ്റ്റേഷനിൽ റീഗൻ ഒരു കമ്പിയെടുത്ത് ധൈര്യസമേതം ആ ഏലിയന്റെ മുന്നിലേക്ക് നടന്നു പോകുന്നു. ഇവിടെ മാർക്കസ് ആവട്ടെ ആ റേഡിയോ മുന്നിലേക്ക് നീട്ടി ഏലിയന്റെ മുന്നിലേക്ക് നടന്നു പോയിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഗണ്ണെടുക്കുന്നു. ഇവിടെ റേഗൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കമ്പി എടുത്ത് ആ ഏലിയന്റെ തലയിലടിച്ച് അതിനെ കൊല്ലുന്നു. ഇപ്പുറത്ത് നമ്മുടെ മാർക്കസ് ഗണ്ണ് ഉപയോഗിച്ച് ആ ഏലിയനെ വെച്ച് കൊല്ലുന്നു. അങ്ങനെ റീഗനും മാർക്കസും എവലിനും എമറ്റും ആ കുഞ്ഞും രക്ഷപ്പെടുന്നു. ശേഷം ആ മൈക്കും നമ്മുടെ റീഗന്റെ ഹിയറിംഗ് എയ്ഡും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഒരുപക്ഷെ ഇതിനൊരു തേർഡ് പാർട്ട് കൂടി ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ കഥ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഇതിനൊരു തേർഡ് പാർട്ട് ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കാം. ഈ വീഡിയോയും ഈ കഥയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും അതും കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ